അതോടൊപ്പം ഞങ്ങൾക്ക് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്, ഞങ്ങൾ അടുത്ത ദിവസം CBSE മാർച്ച് ചെയ്യുന്നുണ്ട്. 2-ാം തീയതി നേരത്തെ പറയാം. സ്വാഭാവികമായും രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. +2 പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരെ, ഞാൻ ഇന്നലെ ഒരു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ടും അതിനപ്പുറത്തേക്ക് ചില പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ടിരിക്കുകയാണ് പല സംഘടനകളും. CBSE വിദ്യാർത്ഥികൾക്ക് ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്താണ് സർക്കാർ ഇതൊന്നും കാണാത്തത്? വിഷയങ്ങൾ എന്താണ് അഡ്രസ് ചെയ്യാത്തത്? CBSE വിദ്യാർത്ഥികളുടെ റിസൾട്ട് ലഭ്യമായിട്ടില്ല. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശങ്കയിലാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിലപാട് ഇന്നത്തെ സർക്കാർ എടുത്തോ? ഞങ്ങൾ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് മടിയൻ വർത്തമാനം പറഞ്ഞേക്കരുത്. ഇപ്പോഴും ചില വിദ്യാർത്ഥികൾ, ഞങ്ങൾ ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്, ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് ഇപ്പോഴും ടെലഗ്രാമിൽ പലതും ചുറ്റിത്തിരിയുന്നു എന്നാണ്. ആര് നിയന്ത്രിക്കും ഇതിനെ? എന്ത് വിശ്വാസതയാണ് നീറ്റിനുള്ളത്? എങ്ങനെയാണ് വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുക? അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയത്തിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കും, സമരം ചെയ്യും. ആ സമരം ചെയ്യരുത് എന്നാണോ കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് പറയുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തർത്ഥത്തിലാണ്? ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്ത വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതി എന്താണ്? ജില്ലാ പ്രസിഡന്റിനെ നിങ്ങൾക്ക് അത്തരത്തിൽ അന്വേഷിക്കണമെങ്കിൽ വിളിപ്പിക്കാമല്ലോ. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അറസ്റ്റ് എന്തിനാണ്? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥികളെ ഭീകരവാദികളായി ചാപ്പവുറ്റുന്ന വിധത്തിലേക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏതർത്ഥത്തിലാണ്? അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഏതർത്ഥത്തിലാണോ പോലീസ് ഇടപെടേണ്ടത്, പോലീസ് ആ നിലയിൽ തന്നെ ഇടപെടണം. പോലീസ് നടത്തുന്ന ഈ തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് പുറകോട്ട് പോകണം. അതിന് ഉത്തരവ് കൊടുക്കുന്ന പോലീസിന് ഉത്തരവുകൾ ഒബേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉത്തരവാദിത്തം. അതിന് ഉത്തരവ് കൊടുക്കുന്ന ആളുകൾ ആ ഉത്തരവുകളിൽ നിന്ന് പിന്നോട്ട് പോകണം. നിങ്ങൾ ഇപ്പോഴേ വന്നിട്ടുള്ളൂ എങ്കിൽ, കുറച്ചു കാലമേ ആയിട്ടുള്ളൂ എങ്കിൽ, സ്വാഭാവികമായും കേരളത്തിന് ഉതകുന്ന വിധത്തിൽ ജനങ്ങളെ ഉള്ളു മനസ്സിലാക്കി, ജനങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ പ്രതിഷേധങ്ങളെ തെരുവിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം വിദ്യാർത്ഥി സംഘടനകളെ, SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകളെ തകർക്കാനുള്ള നിലപാടുകൾ മാറ്റിവെക്കണം. ന്യായമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇടപെടാം. എന്നാൽ അന്യായമായി അടിച്ചമർത്താനും ഏകപക്ഷീയമായി ഇല്ലാതാക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും പ്രതിഷേധമുയരും. അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത്, അന്ന് യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള, യൂണിവേഴ്സിറ്റി ക്യാമ്പസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അക്രമത്തിൽ ഞങ്ങളെ ആക്രമിച്ച KSUവിന്റെ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കണം. ആ ഗുണ്ടകൾക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഏകപക്ഷീയമായ FIR ആണല്ലോ, നിങ്ങൾക്ക് അന്വേഷിക്കാം. ആ FIR പുറമെ മറ്റൊരു FIR വന്നിട്ടില്ല. KSUവിന്റെ നേതാക്കന്മാരുടെ പേരില്ല, അവരുടെ പേരിൽ കേസില്ല. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൂടാ. അതോടൊപ്പം മലപ്പുറത്ത് നടത്തിയിട്ടുള്ള ലാത്തി ചാർജിൽ പരിക്കേറ്റിട്ടുള്ള വിദ്യാർത്ഥികളെ കൃത്യമായി അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് തലക്കടിക്കുന്ന പോലീസിനെ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? തലക്ക് നേരിട്ടടിക്കുകയാണ്. മാറിയടിഞ്ഞതോ ഒഴിഞ്ഞു മാറുമ്പോൾ വന്നതോ അല്ല, നേരിട്ടടിക്കുകയാണ്. ആ വീഡിയോയിൽ കാണാം. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ നടപടിയെടുത്തു പോകണം. പോലീസ് ഇത്തരം ആക്ടിൽ നിന്ന് പുറകോട്ട് പോകണം. അധ്യയന വർഷം തുടങ്ങുകയാണ്. വിദ്യാർത്ഥികൾക്കായി SFIയുടെ പ്രവർത്തനം മുന്നോട്ട് വരികയാണ്. ആ പ്രവർത്തനവുമായി പോകുന്ന SFI വിദ്യാർത്ഥികളെ വേട്ടയാടി കളയാമെന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം എന്നുള്ളതാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സൂചകമായും അതോടൊപ്പം കൃത്യമായ രാഷ്ട്രീയ നിലപാടെന്ന നിലയിലും അറിയിക്കാനുള്ളത്.